നിങ്ങളുടെ ഒരു പാട്ടിന്റെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇമോഷണലി ഭയങ്കര ആളുകളെ കണക്ട് ചെയ്യും. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ണു നിറയുക, ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, അവരുടെ മൂഡിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. അതെല്ലാം മ്യൂസിക്കിനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഫാൻ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഫാൻസിന്റെ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിയാക്ഷൻസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞായിരുന്നു അല്ലേ? സത്യം. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ തൃശ്ശൂർ ഭജൻ കണക്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ ആൾക്കാരെ കണ്ടു. അപ്പോൾ അവരുടെ ഫീഡ്ബാക്സ് എന്ന് പറയുന്നത് അവർ നമ്മളെ കാണുന്ന രീതിയും അതിന്റെ മെസ്സേജസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പേഴ്സണലായിട്ടും ഞങ്ങളുടെ പേജിലും ഒക്കെ ആയിട്ട്. സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് ഞങ്ങളെയും കാണുന്നത്. അവർ അത്ര അടുപ്പത്തോടെയാണ് വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത്രയൊക്കെ സക്സസ് ആകുന്നതിന് മുന്നേ ഉള്ള ഒരു മൊമെന്റ് ആണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. ഫസ്റ്റ് അപ്പം അത് ഒരു അമ്മ ഒറ്റപ്പാലത്താണ് സ്ഥലം. അപ്പം പുള്ളിക്കാരി മകൻ വളരെ ചെറുപ്പത്തിൽ തന്നെ 10-25 വർഷമുള്ളപ്പോൾ തന്നെ 25 വയസ്സുള്ളപ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു പരിചയമുള്ള തിരുമേനി ഒറ്റപ്പാലത്ത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് അമ്മ ചെന്നപ്പോൾ തന്നെ അമ്മ ഭയങ്കര വിഷമമായിട്ട് ചെന്ന സമയത്ത് പുള്ളി പറഞ്ഞു നന്ദഗോവിന്ദ ഭജൻസിന്റെ പാട്ടുകളൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ അമ്മ അങ്ങനെ കേട്ടപ്പോഴത്തേനും നമ്മളുടെ കണ്ണാ നീ എന്നുള്ള പാട്ട് അമ്മയ്ക്ക് കേൾപ്പിച്ചു. അപ്പോൾ അമ്മയെ കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ദിവസം ഒരു 40-50 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ആ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും.